ഇത് കഴിഞ്ഞ സൺഡേ എടുത്തൊരു വീഡിയോ കേട്ടോ. ഇത് ഞങ്ങളുടെ സ്വന്തം കോതമംഗലം പാർക്ക്. വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേ സമയമുണ്ടെങ്കിൽ ഇവിടെ കയറാറുണ്ട് കേട്ടോ. നൂനൂസിന് അതൊരു സന്തോഷമാണ്. വെറുതെയാന്നേ, അവളുടെ സന്തോഷത്തിനാണ് കയറുന്നെങ്കിലും എല്ലാം ഓടി നടന്ന് കാണുന്നത് ഞാനാണ്. എനിക്കാണ് അതിനൊക്കെ തിടുക്കം. ചെറുതായിരുന്നപ്പോഴേ അമ്മച്ചി ചില ദിവസങ്ങളിലൊക്കെ ഇവിടെ കൊണ്ടുവരുമായിരുന്നു കേട്ടോ. അന്നേരം എന്തെന്നില്ലാത്ത സന്തോഷമാണ്. കാരണം നമ്മൾ വല്ലപ്പോഴൊക്കെയാണല്ലോ ഈ പാർക്കിലൊക്കെ പോകുന്നത്. അന്ന് ചെറുതായിരുന്നപ്പോൾ കേട്ടോ, ഇപ്പോഴല്ല, നോട്ട് ദ പോയിൻറ്റ്. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പം അതിലിരട്ടി സന്തോഷം കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾ ജനിച്ച് വളർന്ന നാട്ടിൽ നമ്മൾ ഓരോന്ന് ചെയ്ത് നടന്ന സ്ഥലങ്ങളൊക്കെ വീണ്ടും വീണ്ടും കാണുമ്പോൾ നമുക്ക് ഇരട്ടി സന്തോഷം. എന്തോരം കണ്ടാലും എനിക്ക് മതിയാവില്ല കേട്ടോ. അങ്ങനെ നൂനൂസ് എല്ലാത്തിലൊക്കെ കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. മഴ നനഞ്ഞ് കിടക്കണ കൊണ്ട് ആൾക്ക് എല്ലാത്തിലൊന്നും കയറാൻ പറ്റിയില്ല. പക്ഷെ പറ്റിയതിലൊക്കെ അവൾ കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ നേരം ഊഞ്ഞാലൊക്കെ ആടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി മൂവാറ്റുപുഴ സ്റ്റാൻഡ് എത്തി. മൂവാറ്റുപുഴയിൽ നിന്ന് പിന്നെ കൂത്താട്ടോളം എത്തി. കൂത്താട്ടോളത്തെ ബസ് സ്റ്റാൻഡിൻ്റെ പുറകിലായിട്ട് ഇതെല്ലാ പ്രാവശ്യം ഓണത്തിന് ഞാൻ കാണാറുണ്ട് കേട്ടോ. വീട്ടിൽ പോകുമ്പോൾ എന്നാൽ പിന്നെ ഇത്തവണ ഒന്ന് കയറിയേക്കാമെന്ന് കരുതി. പിന്നെ അതുമല്ല, ഞങ്ങൾ എവിടെയും പുറത്തൊന്നും പോയില്ലായിരുന്നു. ഓണമായിട്ട് വീട്ടിലേക്ക് മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴും നൂനൂസിന് ലക്കായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞ പ്രാവശ്യം വൈക്കത്തഷ്ടമിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം കൊച്ചിനത് കയറണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കയറ്റാൻ പറ്റിയില്ല, സമയക്കുറവ് കാരണം കൊണ്ട്. എന്നാൽ പിന്നെ ഇത്തവണ ആ സങ്കടം അങ്ങോട്ട് മാറ്റിയേക്കാമെന്ന് വിചാരിച്ചാൽ അതിലും കയറ്റി. പിന്നെ അതേ ഈ വഞ്ചി പോലത്തെ സാധനത്തിൽ കയറിയിട്ടോ. എനിക്കിതിലൊന്നും കയറാൻ വലിയ പേടിയൊന്നുമില്ല. വേറൊന്നും കൊണ്ടല്ല, കോതമംഗലം പെരുന്നാൾ വരുമ്പോഴേ എല്ലാ പ്രാവശ്യം അച്ചായ ആകാശൂഞ്ഞാൽ കയറ്റുമായിരുന്നു. അതുകൊണ്ട് ആ പേടിയൊക്കെ അങ്ങോട്ട് പോയി. അപ്പോൾ ഇതിലൊക്കെ കയറാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ബേബിക്കാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ നിർബന്ധിച്ചൊക്കെ കയറ്റി. ഛർദ്ദിക്കാൻ വരിക, തലകറങ്ങുക എന്നൊക്കെ പറഞ്ഞ് 2 ദിവസത്തേക്ക് അത് തന്നെയായിരുന്നു കേട്ടോ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ.